അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം മുന്നിൽ വന്ന് പെട്ടപ്പോൾ ഈ ടിക്കറ്റ് എക്സാമിനർ വിളിക്കുന്നത് ബജരംഗ് ദളിനെയാണ്. അവിടുത്തെ MLA ഏതെങ്കിലും തരത്തിൽ വോട്ട് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ജനപ്രതിനിധിയോ അല്ല, ബജരംഗ് ദളിനെയാണ് വിളിക്കുന്നത്. ഏതോ ഒരു പള്ളിയിലച്ചൻ പറയുന്നതായിട്ട് ഞാൻ താഴെ എഴുതി കാണിക്കുന്നത് കണ്ടു. മോദിയോട് ചെന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടെല്ലാം മനസ്സിലാക്കുന്നു, പക്ഷേ അദ്ദേഹം അത് ഇടപെടുന്നില്ല എന്ന്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത് മോദി എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തിയുടെ മാത്രം അല്ലെങ്കിൽ വ്യക്തിക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ആ മോദി കൂടെ നേതാവായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ വിശാലമായ രാഷ്ട്രീയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്. അവർ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും അവരുടെ ഭരണഘടനക്കകത്ത് എഴുതി വെച്ച്, അവരുടെ ഭരണഘടന പോലെ പരിഗണിക്കപ്പെടുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഈ ക്രിസ്ത്യാനികളോടുള്ള മുൻവിധിയിൽ അധിഷ്ഠമായുള്ള നടപടി എന്ന് നമുക്കറിയാം. ഇപ്പോൾ സുജിത്ത് നേരത്തെ പറഞ്ഞുവല്ലോ, അതായത് ഈ അവരവരുടെ മതം വിശ്വസിക്കുന്നതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ മതപരിവർത്തനം പോലും തെറ്റല്ല. മതപരിവർത്തനം മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഭരണഘടന നൽകുന്ന അവകാശമാണ്. പിന്നെ നിർബന്ധിത മതപരിവർത്തനം പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് തെളിവുകൾ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവിടെ നമുക്കറിയാവുന്നൊരു കാര്യം, ഈ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ, ആദിവാസി മേഖലകളിൽ ഇത്തരം കഷ്ടപ്പാട് പിടിച്ച സ്ഥലങ്ങളിൽ മനുഷ്യരാക്കുകയാണ് ആദ്യം. പ്രാഥമികമായിട്ട് മനുഷ്യരാക്കുന്ന പണി ചെയ്യുന്നത് ഈ കന്യാസ്ത്രീകളാണ്. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അതാരാണ് അവർക്കതറിയാം. ഇവിടെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് അവരറിയാം. എന്തിനാണ് അവരോട് പോകുന്നത്? നിസ്വാർത്ഥമായിട്ടുള്ള സേവനം. കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നഗരകേന്ദ്രീയ സ്ഥലങ്ങളിലോ സൗകര്യങ്ങളുള്ള സ്ഥലത്തോ സുഖമായിട്ട് ജീവിച്ച് അവിടെയുള്ള പള്ളിമേടകളിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിന് പകരം ഈ കന്യാസ്ത്രീകൾ ഇത്രയും പിന്നോക്കം നിറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ട് രോഗികളെ പരിചരിക്കുകയാണ്. ഇതൊന്നും ആർക്കും തള്ളിക്കളയാമെന്ന് പറ്റുന്ന സംഗതിയല്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തനം നടത്തുമ്പോൾ ഇതിപ്പോൾ ഈ 2 പോയ പെൺകുട്ടികൾ 3 പേരോ 2 പേരോ മറ്റോ അതേ മതത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇത് പക്ഷേ ഒരു മുൻവിധിയിൽ അധിഷ്ഠിതമായ മനുഷ്യരുടെ കയ്യിലേക്ക് ഈ ജ്യോതി ശർമ്മ അവരെ വിളിച്ചു വരുത്തുകയാണ് ഈ ആൾ. അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പള്ളിയിലച്ചന്മാരും ഈ കാര്യത്തിൽ ഇടപെടുന്ന ക്രിസ്ത്യാനികളും മനസ്സിലാക്കേണ്ടതൊരു കാര്യം, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ഈ രാഷ്ട്രീയത്തെയാണ് മാറ്റേണ്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം, അവരെ മേലുന്ന കേസ് നീക്കണമെന്നല്ല. നിങ്ങളുടെ രാഷ്ട്രീയം മുൻവിധിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഈ രാഷ്ട്രീയം മാറ്റണം. നിങ്ങൾ ഈ രാജ്യം ഭരിക്കുകയാണ്. ഈ രാജ്യം ബഹുസ്വരതയാർന്ന ഈ രാജ്യത്ത് പല മതത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള ഈ കാർക്കശ്യ സ്വഭാവം മാറ്റിയിട്ട് ഹിന്ദുക്കൾ എന്ന പോലെ എല്ലാ മതത്തിൽപ്പെട്ടവരെയും പരിഗണിക്കണം എന്ന് അവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പള്ളിയിലച്ചന്മാർ ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യില്ല എന്ന് അത് പള്ളിയിലച്ചന്മാരെല്ലാവരും ചെയ്യില്ല എന്നല്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, കാസ പോലുള്ള ഇവരുടെ തീവ്രവാദ സംഘടന ഒരല്പം ഒരു പൂച്ച പതുങ്ങുന്നത് പോലെ ഒരല്പം പിന്നിലേക്ക് നിന്നിരിക്കുക. ഈ ബഹളം കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ചേരും. രാഷ്ട്രീയം ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇത് മതത്തിൻ്റെ പേരിൽ ആളുകളെ ഹിംസിക്കുന്നത് ശരിയായ കാര്യമല്ല. അതല്ലാതെ തന്നെയും നിങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമായിട്ടാണ്. ഇതിപ്പോൾ എന്താണ്, അവിടെയുള്ള ബജരംഗ് ദളുകാർക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാക്കാനുള്ള പ്രവർത്തനമേ അവിടെ നടക്കുന്നില്ല. മറിച്ച് അതായത് ഞങ്ങളെപ്പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന ഒരു തോന്നലുള്ളിലേക്ക് വരാനുള്ള സംഗതികളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.